കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽഫിഖിൽ അറസ്റ്റിൽ. പേരാമ്പ്ര പോലീസാണ് ദുൽഖിഫിലിനെ അറസ്റ്റ് ചെയ്തത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട സ്ഫോടന കേസിൽ 2 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രവർത്തകരെ കാണാനായി സ്റ്റേഷനിലെത്തിയ ദുൽഖിഫിൽ പോലീസുകാരുമായി സ്റ്റേഷനിനുള്ളിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള അല്ലെങ്കിൽ UDF പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം വീണ്ടും കൈവിട്ടു പോകുന്നു. സ്റ്റേഷനിൽ ആക്രമണത്തിലേക്ക് വരെ, അതായത് സ്റ്റേഷൻ പോലീസുകാരുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു, പോലീസുകാരുമായി ഏറ്റുമുട്ടലിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? അവിടെ ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അനീഷ്? ടോം, പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും UDF-ഉം തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ സ്ഫോടനത്തിന് ഈ സംഘർഷത്തിന് പിന്നാലെ ഷാഫി പറമ്പിൽ MP പരിക്കേൽക്കുകയും ചികിത്സ തേടുകയും അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 12 പേരാണ് ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ കുറച്ചു പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനൊടുവിലാണ് ഇന്ന് രാവിലെ 2 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. പുലർച്ചെ 4 മണിക്കാണ് അവരുടെ വീടുകളിൽ നിന്നും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇക്കാര്യം ചോദിക്കാനായാണ് വടകര മേഖലയിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ദുൽഖിഫിൽ ഇന്ന് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ, അതായത് സ്റ്റേഷനുള്ളിലേക്ക് കയറുന്ന ആ ഭാഗത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ തടയുന്നുണ്ട്. ദുൽഖിഫ് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം മറ്റ് ചില കോൺഗ്രസ് പ്രവർത്തകരുടെ അവിടെ എത്തുകയും ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസുകാർ അത് പ്രതിരോധിക്കുന്നു. ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുതള്ളവൊക്കെ ഉണ്ടാവുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണെന്നാലും ഇതിന് പിന്നാലെയാണ് ദുൽഖിഫിലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന് ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാക്കുതർക്കത്തിലും കയ്യാങ്കളിയിലുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തെ പേരാമ്പ്ര ആശുപത്രിയിൽ നേരത്തെ പ്രവേശിപ്പിച്ച് പരിശോധനകളടക്കം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഒരു കൃത്യം, അതായത് സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരൊക്കെ ഈ അറസ്റ്റിലാവുന്നവരുടെ വിവരങ്ങൾ ആരായനും മറ്റുമൊക്കെ സ്റ്റേഷനിൽ എത്തുകയും ഉദ്യോഗസ്ഥരോട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കടന്ന രീതിയിലായിരുന്നു ദുൽഖിഫിന്റെ പെരുമാറ്റം എന്നാണ് പോലീസ് പറയുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പോലീസ് സ്റ്റേഷനിൽ എത്തി അതിക്രമം നടത്തുക എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ദുൽഖിഫിൽ അറസ്റ്റാണ്. ദുൽഖിഫിനൊപ്പം മറ്റൊരു സാധാരണ ജനപ്രതിനിധികൾ, അനീഷ് സൂചിപ്പിച്ചതുപോലെ പൊതുപ്രവർത്തകർ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്താൽ, പ്രത്യേകിച്ചും രാഷ്ട്രീയ അക്രമവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആ പാർട്ടി നേതാക്കന്മാർ എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനിൽ എത്താറുണ്ട്. പക്ഷേ ഇവിടെ സ്റ്റേഷനിലേക്ക് ഈ ദുൽഖിഫിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ കയറ്റിവിടാത്തതായിരുന്നോ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകാൻ കാരണം?
തീർച്ചയായും ദുൽഖിഫിൽ അടക്കമുള്ള നേതാക്കൾ ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാണ്. നേരത്തെ തന്നെ അവർ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. കാരണം ഈ പലപ്പോഴും അസമയത്തും അർദ്ധരാത്രിയിലും പുലർച്ചെയുമൊക്കെയാണ് ഈ പോലീസ് എത്തി പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുകയും അല്ലെങ്കിൽ പല വീടുകളിലും പോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതെന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നും ഉന്നയിച്ചിരുന്നു. ഒപ്പം ഈ പ്രതി ചേർക്കപ്പെടുന്ന ആളുകൾക്കെതിരെ പലപ്പോഴും ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തുന്നത്. ഈ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിയുക, വധശ്രമം നടത്തുക, അങ്ങനെയുള്ള ഗൗരവമുള്ള വകുപ്പുകൾ ആണ് ചുമത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളും പോലീസുമൊക്കെയായി ഉരസലുണ്ട്. കാരണം മനഃപൂർവ്വം കള്ളക്കേസിൽ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ സ്ഫോടന കേസ് തന്നെ വ്യാജ കേസാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങളൊക്കെ അത്തരത്തിൽ അങ്ങേയറ്റം പ്രകോപനപരമായി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തി ഈ പ്രതിയെ കാണുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുന്നതിനും ശ്രമിക്കുന്നത്. എന്തായാലും അത് ഒരു സംഘർഷത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കയ്യാങ്കളിൽ തന്നെയാണ് കലാശിച്ചത്. അകത്തേക്ക് കയറിപ്പോകാൻ അല്ലെങ്കിൽ സ്റ്റേഷനിലുള്ളിലേക്ക് കുറച്ചധികം ആളുകൾ തള്ളിക്കയറാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് അത് പ്രതിരോധിക്കുകയും പിന്നീട് അവരെ പുറത്തേക്ക് മാറ്റുകയും ആ ഒരു കയ്യാങ്കളിക്കിടയിൽ ദുൽഖിഫിൽ താഴെ വീഴുന്ന ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഇതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അനീഷ്, ഈ ദുൽഖിഫിലിന്റെ അറസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിനെതിരെ വീണ്ടും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുള്ള അതിക്രമത്തിന് പിന്നാലെ, പോലീസ് അതിക്രമത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഷാഫിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്ത നടപടി. ഇത് കൂടുതൽ ഈ പോലീസുമായിട്ടുള്ള കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ പ്രതിഷേധവുമായി കൂടുതൽ പ്രവർത്തകർ അവിടെ എത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇപ്പോൾ സ്ഥിതിഗതികൾ അവിടെ ശാന്തമാണ്. പക്ഷേ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഈ അന്യായമായി തന്നെ കസ്റ്റഡിയിലെടുത്തു എന്നാരോപിച്ച് ദുൽഖിഫിൽ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. ഭക്ഷണമടക്കം കഴിക്കാതെ അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുമുള്ള കാര്യങ്ങളോട് പോലീസിനോട് സഹകരിക്കാതെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ തന്നെ മറ്റ് പ്രതിഷേധ പരിപാടികളുമൊക്കെയായി കോൺഗ്രസ് മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനകൾ നടക്കുന്നുണ്ട്. നിലവിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം സമരത്തെപ്പറ്റി വന്നില്ലെങ്കിൽ പോലും താമസിയാതെ ഇത് ഗൗരവമുള്ള ഒരു വിഷയമായി മാറ്റി ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഉള്ളത്. നേരത്തെ ഷാഫി പറമ്പിലിന് നേരെ അക്രമം നടന്നപ്പോഴും അല്ലെങ്കിൽ പോലീസിന്റെ കയ്യേറ്റം ഉണ്ടായപ്പോഴും വലിയ പ്രതിഷേധമാണ് രൂപം കൊണ്ടത്. ജില്ലയുടെ എല്ലാ ഇടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ഇടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മുതിർന്ന നേതാക്കളടക്കം സ്ഥലത്തെത്തി തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ദുൽഖിഫിലിനെ സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്നുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസ് നീങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടായേക്കും. വരും മണിക്കൂറുകളിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ സമരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെതിരെ കയ്യേറ്റം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു. എന്നാൽ അതിന് ശേഷവും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൽ മറ്റു പോലീസുകാരെ പ്രതികളാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപണം ഉന്നയിക്കുന്ന പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടികളടക്കമുള്ളവയും കൈക്കൊണ്ടിട്ടില്ല. പോലീസ് ഒരു ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ് അവിടെ ഉണ്ടായതെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു വശത്ത് തങ്ങൾ കൊടുത്ത പരാതികളിൽ യാതൊരു നടപടികളും എടുക്കുന്നുമില്ല. മറുവശത്ത് ഒരുപാട് പ്രവർത്തകർ, ഏതായാലും 12 പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരെ ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ പെടുത്തി അകത്തിടാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വ്യക്തമാണ്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. അതിനിടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സുൽഫിഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.